CPM-ന്റെ നേതൃത്വവും CPM നേതാക്കന്മാരും ഒന്നും അറിയാതെ ഇത്തരത്തിൽ ഒരു കാര്യവും അവിടെ നടക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ജെയ്സി തോമസ് ഒരു ചർച്ചയിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, സംസ്ഥാന സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ഒന്നും ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയാണ്. രണ്ട് കാര്യങ്ങൾ അതിലേക്ക് ചോദിക്കാറുണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പൊ UDF-ന്റെ കാലത്ത് ആണ് ഈ ദേവസ്വം ബോർഡിൽ ഇത്ര ഒരു കാര്യം നടക്കുന്നുവെങ്കിൽ ഇവിടെ സമരങ്ങളുടെ വേലിയേറ്റമായിരിക്കും. തീർച്ചയായും അല്ലെ? എന്താ അത്? സംസ്ഥാന സർക്കാരിന് ഈ ആദ്യം തന്നെ പറയുന്നത് ആ സംസ്ഥാന സർക്കാരിന് അതിൽ ഉത്തരവാദിത്വമുണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും. CPM തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അവർ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാർ, അവർ തീരുമാനിക്കുന്ന ഓഫീസർമാർ, ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ നേതാക്കന്മാർക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി പുറത്തു വരികയാണ്.